മിക്കവാറും നഗരങ്ങളിൽ ഗതാഗതക്കുരുക്കിന് കാരണം ഘോഷയാത്രയോ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളോ അതുമല്ലെങ്കിൽ റോഡിലെ വെള്ളക്കെട്ടുകളോ അല്ലെങ്കിൽ കട്ടറുകളോ ആവാം. പക്ഷേ കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ വഡോദരയിലുണ്ടായ 3 മണിക്കൂറോളം രൂപപ്പെട്ട രൂക്ഷമായ ഗതാഗതക്കുരുക്ക് സംഭവിച്ചത് മറ്റൊരു കാരണം കൊണ്ടായിരുന്നു. തട്ടുകടയിൽ നിന്ന് വാങ്ങിയ 2 പാനിപൂരി കുറഞ്ഞതിലാണ് ആ പ്രശ്നം സംഭവിച്ചത്. കടയിൽ നിന്ന് വാങ്ങിയ പാനിപൂരിയിൽ 2 എണ്ണം കുറഞ്ഞതുകൊണ്ടാണ് യുവതി റോഡിന് നടുവിലേക്ക് ഇറങ്ങിയിരുന്ന് 3 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തിയത്. 20 രൂപയ്ക്ക് 6 പാനിപൂരി വാങ്ങാനാണ് യുവതി കടയിൽ ചെന്നത്. എന്നാൽ യുവതിക്ക് കിട്ടിയത് 20 രൂപയ്ക്ക് ആകെ കിട്ടിയത് 4 പാനിപൂരി മാത്രം. തട്ടുകടക്കാരനോട് പലവട്ടം പാനിപൂരി 2 എണ്ണം ചോദിച്ചിട്ടും കൊടുക്കാൻ കൂട്ടായില്ല. തുടർന്നാണ് റോഡിൽ വൻ ഗതാഗതക്കുരുക്കിന് സാക്ഷ്യം വഹിച്ച പാനിപൂരി പ്രതിഷേധം അരങ്ങേറിയത്. തനിക്ക് 2 പാനിപൂരി കൂടി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവതി റോഡിന് നടുക്കെ പോയി ഇരിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസവും നല്ല ചെറുപ്പവുമുള്ള ഒരു യുവതി റോഡിന് കുറുകെ ഇരുന്ന് പ്രതിഷേധിക്കുന്നത് കണ്ടതോടുകൂടി യുവതിക്ക് ചുറ്റും പാനിപൂരി പ്രതിഷേധത്തിൻ്റെ വീഡിയോകൾ എടുക്കുവാൻ വേണ്ടി വൻ ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടി. കുറച്ച് സമയത്തിന് ശേഷം സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും യുവതി പോലീസിന് മുമ്പിൽ പൊട്ടിക്കരച്ചിലായി. 20 രൂപയ്ക്ക് 6 പാനിപൂരി നൽകണമെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ. ഒന്നുകിൽ തനിക്ക് 2 പാനിപൂരി കൂടി നൽകുക, അല്ലെങ്കിൽ ഉന്തുകച്ചവടക്കാരനെയും അവൻ്റെ വണ്ടിയെയും ആ സ്ഥലത്ത് നിന്നും മാറ്റി പറഞ്ഞു വിടുകയും ചെയ്യുക. ഇതിലേതെങ്കിലും ഒന്ന് നടന്നാൽ മാത്രമേ താൻ ഈ റോഡിൽ നിന്നും മാറുകയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു യുവതിയുടെ കുത്തിയിരിപ്പ് സമരം. പ്രശ്നം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പോലീസുകാർ 2 കൂട്ടരെയും കൂട്ടി ചർച്ച നടത്തി. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്തതോടുകൂടി പോലീസുകാർ പിന്നെയും വലഞ്ഞു. അവസാനം ബലമായി തന്നെ തട്ടുകടക്കാരൻ്റെ കയ്യിൽ നിന്ന് 2 പാനിപൂരി വാങ്ങി നൽകിയതോടുകൂടിയാണ് ഈ പ്രശ്നം അവസാനിച്ചത്.